എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചുരിദാർ ടോപ്പിൻ്റെ സ്ലിറ്റ് ഭംഗിയായിട്ടും ഈസി ആയിട്ടും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ ഈ സൈഡ് സീം മുകളിൽ നിന്ന് സ്ലിറ്റ് അടിക്കുന്നത് വരെ നമ്മൾ തയ്ച്ചു കൊണ്ട് നിർത്തിയിട്ടുള്ളതാണ്. രണ്ട് സൈഡും ഓവർലോക്കൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം നോക്കുക, നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ എത്ര വിട്ടാണോ എടുത്തിട്ടുള്ളത് അതിനെ ഇതേപോലെ നമ്മൾ മടക്കി തയ്ക്കുക എന്നുള്ളൊരൊറ്റ പണിയുള്ളൂ. അപ്പോൾ ഇനി അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഇതിന് നേരെ താഴ്ഭാഗമാണത്. അപ്പോൾ അതിന് രണ്ട് ലെയറിനെയും ഇതുപോലെ രണ്ട് ഫോൾഡ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതിന് 1 ഇഞ്ച് വിഡ്ത്താണ് ഇതിലുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് വിഡ്ത്തിന് നമ്മളിങ്ങനെ 1/2 ഇഞ്ചും 1/2 ഇഞ്ചുമായിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ താഴത്തുനിന്ന് നമ്മൾ ഒരു സ്ലിറ്റിൻ്റെ താഴത്തുനിന്നാണ് ഇതുപോലെ മടക്കി എടുത്ത് തയ്ച്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഏറ്റവും ആദ്യം ഒന്ന് മടക്കണത് ഇങ്ങനെ കാണിക്കുന്നു. അതിന് ശേഷം നോക്കുക, നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഒരു മാർക്കിങ് ഇട്ട് വയ്ക്കുക നമ്മൾ. പിന്നെ നമ്മൾ ഡയറക്റ്റ് മടക്കി തയ്ച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് തയ്ച്ച് പോരുക. അപ്പോൾ നമ്മളിത് മടക്കി വയ്ക്കുന്നത് കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളിവിടെ മടക്കി തയ്ച്ച് പോരുക. തിരക്ക് പിടിച്ച് തയ്ക്കാണ്ട് നമുക്ക് ഇത് പതുക്കെ തയ്ച്ച് പോരുക. നമ്മൾ ആ മാർക്കിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഇത് നിർത്തിയിട്ട് നമ്മളവിടെ സൂചി താഴ്ത്തി നിർത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിന്നാണ് തിരിക്കണത്. അപ്പോൾ കൊണ്ട് കറക്റ്റ് ആ മാർക്കിങ്ങിൽ സ്റ്റിച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിക്കുക. തിരിച്ചിട്ട് നമ്മളിതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ജസ്റ്റ് പാരലായിട്ട് ഇതേപോലെ വെച്ച് ആ മാർക്കിങ്ങിൻ്റെ ഇപ്പുറത്ത് കൂടെ കറക്റ്റ് നമ്മൾ ഇപ്പുറത്തേക്ക് തയ്ച്ച് പോരുക. അത് ഉണ്ട്. ഇവിടെ വരുമ്പോൾ അതൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റിവേഴ്സ് ഒന്നുകൂടി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ഒരു 3 സ്റ്റിച്ചായി മാറിയത് നമുക്ക്. ഇനി ഇപ്പുറത്തെ സൈഡും നമ്മൾ നേരത്തെ തയ്ച്ച് പോയതുപോലെ തന്നെ ആ ഒരു വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് തയ്ച്ച് പോരുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് തയ്ച്ച് പോരുക. അധികം ധൃതി പിടിച്ച് തയ്ക്കേണ്ട ഒരു സാധനമല്ല സ്ലിറ്റ്. നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് സ്ലോവിൽ തയ്ച്ച് പോരുക. അപ്പോൾ ആ ഒരേ വീതി തന്നെ നമ്മൾ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരേ വീതിയിൽ തയ്ച്ച് പോരുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങോട്ട് തയ്ച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമാണ് സാധാരണഗതിയിലുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യാം. ഞാനിതിൽ ആ സ്റ്റിച്ചിങ് കൂടി കാണിക്കുന്നുണ്ട്. കാരണം രണ്ടും കൂടി ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. സൈഡും ഓൾറെഡി ഞാനിതിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയത് ഇപ്പോൾ നമ്മുടെ സ്ലിറ്റ് ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ആവശ്യമുള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു സൈഡ് മാത്രം തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് ചില കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ എഡ്ജ് കൂടെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് തയ്ച്ചു പോരുക.
കറക്റ്റ് ഇവിടെ വരുമ്പോഴും നമ്മൾ ആ എഡ്ജ് കോഡ് തന്നെ പിടിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. വളരെ ഈസിയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മളിപ്പോൾ തയ്ച്ച് തീർന്നു. ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. നമ്മൾ ഈ രണ്ട് സൈഡും തയ്ച്ചെടുത്തതിന് ശേഷമാണ് അടിഭാഗം അടിച്ച് മടക്കി അടിക്കുന്നത്, ഏറ്റവും താഴ്ഭാഗം മടക്കി അടിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ സൈഡും കൂടിയും കറക്റ്റായിട്ട് അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. നേരത്തെ ആ കാര്യം ശ്രദ്ധിക്കുക, മറക്കാതിരിക്കുക. അവിടെ മാർക്കിൻ്റെ ഭാഗം നമ്മുടെ സ്പ്ലിറ്റായി തുടങ്ങുന്ന ആ ഭാഗത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഈ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചത് കഴിഞ്ഞു. ഇതിൻ്റെയും എഡ്ജ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എഡ്ജ് ഇതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ രണ്ട് ഭാഗവും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ എഡ്ജും കൂടി അടിച്ച് ഫിനിഷ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അടിഭാഗം മടക്കി അടിക്കുക. അപ്പോൾ നോക്കുക, നമ്മളിതിൻ്റെ രണ്ട് സൈഡിൽ സ്ലിറ്റും തയ്ച്ചു കഴിഞ്ഞു. ഇനി നേരെ ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ്. അപ്പോൾ അടിഭാഗം മടക്കി അടിക്കുമ്പോൾ നോക്കുക, ഇങ്ങനെ എക്സസ് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അടിഭാഗം കറക്റ്റ് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് മടക്കുക. അതേ വിട്ട് തന്നെ ഇവിടെയും കറക്റ്റായിട്ട് മടക്കുക. എന്നിട്ട് ഇതുപോലെ കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇത് നമ്മൾ കറക്റ്റ് ആ വീതി തന്നെ പിടിച്ച് നമ്മൾ തുണി അധികം വലിച്ചു പിടിക്കാതെ തയ്ച്ച് പോരുക. അപ്പോൾ നോക്കുക, ഇത് കണ്ടില്ലേ, ഈ എഡ്ജ് വരെ ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ സ്ലിറ്റമ്മ ചെയ്ത പോലെ തന്നെ സ്ലിറ്റ് നമ്മൾ 2 ലൈൻ തയ്ച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗവും 2 ലൈനായിട്ട് തന്നെ തയ്ക്കുക. അപ്പോൾ ഈ സെയിം പരിപാടി തന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഫ്രണ്ട് പീസിൽ കൂടി ഇതേപോലെ തന്നെ ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക, ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കണ്ടേ, നമ്മുടെ സ്ലിറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഈ സൈഡ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ മറ്റേ സൈഡും കൂടി തയ്ച്ച് ഇത് ഫിനിഷ് ചെയ്യാന്നുള്ള പണി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.